ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഹണ്ടർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഫി ബണ്ണാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് കോഫി ഫ്ലേവർ ഉണ്ടാവും, പിന്നെ ഒരു അല്പം മധുരം ഉണ്ടാവും. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ബണ്ണിന് വേണ്ട മാവ് റെഡിയാക്കണം, പിന്നെ ഒരു കോഫിയുടെ പേസ്റ്റും ഉണ്ടാക്കണം. ആദ്യം നമുക്ക് ബണ്ണിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 100 ml പാലും 100 ml വെള്ളവും ചേർക്കണം. ഞാൻ വെള്ളവും പാലും അളന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് 200 ml ആണ് ഉണ്ടാവുക. 100 ml കിട്ടാനായിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി, അതായത് അര ഗ്ലാസ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 3/4 ടീസ്പൂൺ ഈസ്റ്റും 3 ടീസ്പൂൺ പഞ്ചസാരയുമാണ്. ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിൽ 350 ഗ്രാം മൈദപ്പൊടി എടുക്കണം. ഏകദേശം 4 ഗ്ലാസ് വരും. അതിലേക്ക് ഒരു മുട്ട കൂടി ചേർക്കുക. ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും നുള്ളുപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് മാവ് ഇങ്ങനെ ഇളക്കാതെ വെക്കണം. എന്നിട്ട് ഒരു വലിയ കഷ്ണം ബട്ടർ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആണ്. ഇനി ഇതെടുത്ത് ഒരേ വലിപ്പത്തിലുള്ള 6 കഷ്ണങ്ങളാക്കി ഇതുപോലെ ബോളുകളാക്കി വെക്കാം. ഇനി ഈ 6 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, അതിനെ 5 കഷ്ണങ്ങളാക്കുക, ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇപ്പോൾ നമ്മളടുത്തുള്ളത് 5 വലിയ കഷ്ണങ്ങളും 5 ചെറിയ കഷ്ണങ്ങളുമാണ്. ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം എടുക്കുക, അതിനുള്ളിലായിട്ട് ഒരു ബട്ടറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുക. കയ്യിലിട്ടൊന്ന് റൗണ്ട് ആക്കണം. ഇനി ഇത് വലിയ കഷ്ണത്തിൻ്റെ ഉള്ളിൽ വെച്ച് ബോളാക്കിയിട്ടെടുക്കുക.
ഓരോന്നും ഇതുപോലെ ചെയ്യാം. നമുക്ക് ടോട്ടൽ 5 കിട്ടും. ഇതിൻ്റെ ഏറ്റവും ഉള്ളിലാണ് ബട്ടർ ഉള്ളത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് കോഫി പേസ്റ്റ് ആണ്. ഈ ബണ്ണിൻ്റെ മുകളിലാണ് ഇത് അപ്ലൈ ചെയ്യുക. 3 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ട് അത് 4 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബ്രൂ കോഫിയാണ്. മറ്റൊരു പാത്രത്തിൽ വലിയ പീസ് ബട്ടർ എടുക്കണം. ഇതിലേക്ക് 75 ഗ്രാം മൈദ ചേർക്കണം. അതായത് 1 ഗ്ലാസ് മൈദ മതിയാവും. 5 ടീസ്പൂൺ പഞ്ചസാരയും 1 മുട്ടയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ള കോഫി കൂടി ചേർക്കണം കേട്ടോ. നല്ലപോലെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറക്കാം. ഇത് ബണ്ണിൻ്റെ മുകളിലേക്ക് ഈ ഒരു സ്പൈറൽ ഷേപ്പിൽ പീച്ചിയെടുക്കണം. അടുത്തതായി ചെയ്യേണ്ടത് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു ബട്ടർ പേപ്പർ വിരിച്ചാണ് ഇത് വെക്കേണ്ടത്. 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്കാണ് വെക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 13 മിനിറ്റ് നേരം നമുക്ക് ബേക്ക് ചെയ്യാം. നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ കോഫി പേസ്റ്റൊക്കെ സ്പ്രെഡായും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ മെൽട്ടായിട്ടുള്ള ചോക്ലേറ്റ് അപ്ലൈ ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ കോഫി ബൺ തയ്യാറായിട്ടുണ്ട്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. 2-3 ദിവസം നമുക്കിത് കേടാവാതെ പുറത്ത് സൂക്ഷിക്കാനാവും. അതുകൊണ്ട് തന്നെ യാത്രയിലൊക്കെ നമുക്ക് കരുതാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. Thank you for watching.